നമസ്കാരം. വീണ ഫെമ കേസിൽ പെടും, കുടുംബം മൊത്തം പെട്ടു. അച്ഛൻ ഉറങ്ങാതെ വീട്ടിൽ, മകൾ തടവിൽ. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇഡിയുടെ ഓഫീസിൽ നടന്ന 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ. ആ ചോദ്യം ചെയ്യൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ വിദേശ ബാങ്ക് അക്കൗണ്ടുകളിലെ പണമിടപാടുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സൂചനകൾ പുറത്തു വരുമ്പോൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടുകൾ മുൻപ് തന്നെ ക്ലോസ് ചെയ്യപ്പെടുകയും അതിലെ വിവരങ്ങൾ മുഴുവൻ ബാങ്കുകൾ തന്നെ ഡാറ്റയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തതായിട്ടാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. വിദേശ ബാങ്ക് അക്കൗണ്ടുകളിലെ ഈ സുപ്രധാന വിവരങ്ങൾ മറച്ചുവെച്ചത് കേസിൽ വീണയ്ക്ക് കടുത്ത നിയമക്കുരുക്കാകാനാണ് സാധ്യതയെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു ഇന്ത്യൻ പൗരന് വിദേശത്ത് ബാങ്ക് അക്കൗണ്ട് തുറക്കണമെങ്കിൽ റിസർവ് ബാങ്ക് കടുപ്പമേറിയ വ്യവസ്ഥകളോടുകൂടി മാത്രമാണ് അനുമതി നൽകുന്നത്. വിദേശ വിനിമയ ചട്ട നിയമം, അതായത് ഫെമയുടെ പരിധിയിൽ നിന്നുകൊണ്ട് റെസിഡന്റ് ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം അതുവഴി പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് ഒരു ഇന്ത്യൻ പൗരന് 1 വർഷം പരമാവധി $2.5 ലക്ഷം മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് വിദേശ അക്കൗണ്ടിലേക്ക് അയക്കാൻ സാധിക്കുന്നത്. പഠനം, യാത്രകൾ, ചികിത്സ, ഇൻഷുറൻസ്, ചെറിയ തോതിലുള്ള നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ തുക വിനിയോഗിക്കേണ്ടത് എന്ന് പല വിദേശ വിനിമയ കേസുകളിലും സുപ്രീം കോടതി തന്നെ മുൻപ് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള മറ്റൊരു നിയമവ്യവസ്ഥ കൂടിയുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യൻ പൗരന്മാർ വിദേശത്ത് തുറക്കുന്ന അക്കൗണ്ടുകളിലേക്ക് യാതൊരു കാരണവശാലും വിദേശത്ത് നിന്നോ ഇന്ത്യയിലെ മറ്റ് സ്രോതസ്സുകളിൽ നിന്നോ നേരിട്ട് പണം സ്വീകരിക്കാൻ അനുമതിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണയുടെ വിദേശ അക്കൗണ്ടുകളിലേക്ക് മാസപ്പടിയായോ മറ്റ് സേവനങ്ങളുടെ പേരിലോ ഏതെങ്കിലും തരത്തിലുള്ള വിദേശ പണം വന്നിട്ടുണ്ടെങ്കിൽ അത് കടുത്ത കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ നേരിട്ട് വരും. ഇത്തരത്തിൽ പണം സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് കൃത്യമായിട്ട് നികുതി, അതായത് TDS പിടിച്ചടക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇന്ത്യയിലെ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഈ വിദേശ വരുമാനത്തിന്റെ വിവരങ്ങൾ അത് കൃത്യമായിട്ട് ഏത് തരത്തിലാണോ ഉള്ളത് ആ വിവരങ്ങൾ കൃത്യമായിട്ട് ബോധിപ്പിക്കുകയും വേണം. അങ്ങനെ ചെയ്താൽ പോലും ഒരു വിദേശ വിനിമയ ചട്ട നിയമപ്രകാരമുള്ള, അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഫെമ കേസ്, ആ ഫെമ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ വീണ വിജയന് ഫെമ കേസിൽ അകത്താകും. വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് പോലും പേടി സ്വപ്നമായിട്ടുള്ള ഒന്നാണ് ഈ ഫെമ നിയമം. കാരണം ഇത്തരം കേസുകളിൽ ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം, ഞാൻ പറഞ്ഞല്ലോ, ഈ PMLA എന്ന് പറഞ്ഞാൽ, അത് മാത്രമല്ല വിധ്വംസക പ്രവർത്തനങ്ങൾക്കായിട്ട് പണം സ്വീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കടുത്ത വകുപ്പുകൾ കൂടി ചുമത്താൻ കേന്ദ്ര ഏജൻസികൾക്ക് അധികാരം ലഭിക്കുമെന്നുള്ളതാണ്. അച്ഛന്റെ നിർദ്ദേശപ്രകാരം കമ്പനി ഉണ്ടാക്കി മാസപ്പടി വാങ്ങി എന്നതിനപ്പുറം വീണയ്ക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക പരിജ്ഞാനമോ ക്രിമിനൽ ബുദ്ധിയോ ഉള്ളതായിട്ട് തോന്നുന്നില്ല എന്നാണ് സോഷ്യൽ മീഡിയയിലെ രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം പ്രതികരിക്കുന്നത്. കുടുംബത്തിന്റെ രാഷ്ട്രീയ സ്വാധീനത്തിൽ വലിയ സാമ്പത്തിക ഇടപാടുകളിലേക്ക് വീണയെ കരുവാക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ സജീവമാണ്. അപ്പോൾ കേസിൽ കേന്ദ്ര ഏജൻസികൾ വിട്ടുവീഴ്ചയില്ലാത്ത കൃത്യമായിട്ടുള്ള അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോയാൽ വരും ദിവസങ്ങളിൽ വീണയ്ക്ക് കേന്ദ്രത്തിലെ ഉന്നത ഭരണ നേതൃത്വത്തിന്റെ ഇടപെടലുകൾ വഴി മാത്രമായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള ആശ്വാസം ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. അപ്പോൾ ഒരു ഇന്ത്യൻ പൗരന് വിദേശത്ത് ബാങ്ക് അക്കൗണ്ട് തുറക്കണമെങ്കിൽ ഭാരതീയ റിസർവ് ബാങ്ക് അതീവ കടുപ്പമേറിയ വ്യവസ്ഥകളോട് മാത്രമാണ് അത് അനുമതി നൽകിയിട്ടുള്ളത്. വിദേശ വിനിമയ ചട്ട നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ടാണ് ഒരു ഇന്ത്യൻ പൗരന് 1 വർഷം പരമാവധി $2.5 ലക്ഷം മാത്രം ഇന്ത്യയിൽ നിന്ന് വിദേശ അക്കൗണ്ടിലേക്ക് അയക്കാൻ കഴിയുന്ന തരത്തിലേക്കാണ് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്തത്. അപ്പൊ ഇതിൽ വരുത്തുന്ന ഏതൊരു ക്രമക്കേടും ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽ വരുന്നതുമാണ്. വിദേശ നിക്ഷേപങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ വീണയ്ക്ക് കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ കഴിയാതിരുന്നതും ED ഉദ്യോഗസ്ഥരെ സംശയത്തിലാക്കുന്നുണ്ട്. അപ്പൊ തനിക്ക് വിദേശത്ത് നിലവിൽ അക്കൗണ്ടുകൾ ഇല്ല എന്ന വാദമാണ് വീണ ചോദ്യം ചെയ്യൽ ഉടനീളം ഉയർത്തിയത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്നാൽ മുൻപ് അബുദാബിയിൽ ഉണ്ടായിരുന്ന അക്കൗണ്ടുകൾ പെട്ടെന്ന് ക്ലോസ് ചെയ്തതിന്റെ കാരണവും അതിലേക്ക് വന്ന പണത്തിന്റെ സ്രോതസ്സും വ്യക്തമാക്കാൻ വീണയ്ക്ക് ആയിട്ടില്ല എന്നതാണ്. മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത്, അതായത് മുൻപ് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിണറായി വിജയന്റെ രാഷ്ട്രീയ പ്രതിച്ഛായക്ക് ഈ അന്വേഷണം ഏൽപ്പിക്കുന്ന ആഘാതം എന്ന് പറയപ്പെടുന്നത് ചെറുതല്ല. പാർട്ടിക്ക് അകത്തും പുറത്തും മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടാൻ ഈ കേസ് പ്രതിപക്ഷത്തിന് വലിയ ആയുധമായി മാറിയിരിക്കുകയാണ്. കുടുംബാംഗങ്ങൾ ഉൾപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ പാർട്ടിക്ക് കൃത്യമായ മറുപടി നൽകാൻ കഴിയാത്തത് കമ്മ്യൂണിസ്റ്റ് അണികൾക്കിടയിലും വലിയ അതൃപ്തിക്ക് കാരണമാകുന്നു. വരും ദിവസങ്ങളിൽ വീണയെ വീണ്ടും ചോദ്യം ചെയ്യലിനായിട്ട് ED വിളിച്ചു വരുത്തുമെന്നതാണ് സൂചന. വിദേശ അക്കൗണ്ടുകളിലെ വിവരങ്ങൾ ലഭ്യമാക്കാൻ EIE അധികൃതർക്ക് ED ഔദ്യോഗികമായിട്ട് കത്തയച്ചിട്ടുണ്ട് എന്നുകൂടിയുള്ള സൂചനകൾ വരുന്നു. അപ്പൊ ഇതിലൂടെ ലഭിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും ഡിജിറ്റൽ തെളിവുകളും മുൻനിർത്തിയാകും അടുത്ത ഘട്ട ചോദ്യം ചെയ്യൽ നടക്കുക. ഇത് കേസിന്റെ ഗതി പൂർണ്ണമായിട്ടും വീണയ്ക്ക് വിരുദ്ധമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ വീണ ഫെമ കേസിൽ പെട്ടുപോകും. കുടുംബമടക്കം പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ ഫെമ കേസിൽ പെട്ടുകഴിഞ്ഞാൽ ജയിലിൽ ഉറങ്ങുക എന്നത് മാത്രമാണ് മുന്നിലുള്ള വഴി. അവിടെ
അച്ഛൻ ഉറങ്ങാതെ വീട്ടിലും മകൾ തടവിലും കഴിയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുമെന്ന് പറയേണ്ടിയിരിക്കുന്നു.